മരുമകൾ അമ്മായി അപ്പനെതിരെ കേസ് ഫയൽ ചെയ്തു, മെയിൻ്റനൻസ് കേസ്. അതിൽ സുപ്രീം കോടതി പറയുകയാണ് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മെയിൻ്റനൻസ് റൈറ്റ് ഇല്ലാതാകുന്നില്ല. ഒരു കേസ് വരുന്ന സമയത്ത് ആ വിധി മാത്രമല്ല നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി വിധിച്ചത് എന്ന് നോക്കിയിട്ട് വേണം അത് ബാക്കിയുള്ള കേസുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭർത്താവിൻ്റെ മരണത്തോടുകൂടെ ഭാര്യയുടെ മെയിൻ്റനൻസ് റൈറ്റ് ഇല്ലാതാവുമോ? അതായിരുന്നു സുപ്രീം കോടതിയിൽ വന്ന റീസെൻറ്റ് കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത്. ഭർത്താവ് മരിച്ചുപോയി, ഭാര്യയ്ക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. അങ്ങനെ വന്ന സമയത്ത് ഫാദർ ഇൻ ലോയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, ഭർത്തൃ വീട്ടുകാർ അവർക്ക് സാമ്പത്തികമായി സെറ്റിൽഡ് ആണ്, അതേപോലെ ഫിനാൻഷ്യലി അവർക്ക് വന്നിട്ട് അസറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഡോട്ടർ ഇൻ ലോയ്ക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മരുമകൾ അമ്മായി അപ്പനെതിരെ കേസ് ഫയൽ ചെയ്തു, മെയിൻ്റനൻസ് കേസ്. അതിൽ സുപ്രീം കോടതി പറയുകയാണ് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മെയിൻ്റനൻസ് റൈറ്റ് ഇല്ലാതാകുന്നില്ല ഭാര്യയ്ക്ക്. അതായത് മരിച്ചു കഴിഞ്ഞാലും ഡോട്ടർ ഇൻ ലോയ്ക്ക്, മരുമകൾക്ക് ഭർത്താവിൻ്റെ അസറ്റിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബ ഷെയറിൽ നിന്ന് അവൾക്ക് കൊടുക്കാനുള്ള മെയിൻ്റനൻസ് തുക കൊടുക്കാനാണ് കോടതി പറഞ്ഞത്. അത് ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് സെക്ഷൻ 19 പ്രകാരമാണ് ഫാദർ ഇൻ ലോ ഈസ് ലയബിൾ ടു മെയിൻറ്റെയിൻ ദ ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞിട്ട് കോടതി കണ്ടത്. ഇതിനകത്ത് കോടതി പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പഠിത്തം നോക്കുന്നുണ്ട്, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനമുണ്ടോ, അതേപോലെ അവിടെ ഭർത്താവിൻ്റെ ആൻസിസ്റ്റർ പ്രോപ്പർട്ടി, അവരുടെ കുടുംബ സ്വത്തുക്കൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇത് അൺലിമിറ്റഡ് ആയിട്ടല്ല കോടതി ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതാന്ത് മൊത്തം അമ്മായി അച്ഛൻ വന്നിട്ട് ജോലി ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം എന്നല്ല, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കപ്പാസിറ്റി എന്ന് കൊടുക്കണമെന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബ സ്വത്ത് അല്ലെങ്കിൽ കുടുംബ ഷെയർ ഉണ്ട് എങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ അവകാശങ്ങളും ഭാര്യയ്ക്ക് കിട്ടും, അതായത് മരുമകൾക്ക് കിട്ടും. അങ്ങനെയാണ് മരുമകൾക്ക് ആ എമൗണ്ട് കൊടുക്കാൻ, അതായത് മെയിൻ്റനൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞത്. ഇതിനോടുകൂടെ നമ്മൾ എപ്പോഴും വിചാരിക്കും മാരിറ്റൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തീരുമെന്നാണ്. ഒരിക്കലുമില്ല. സക്സഷൻ ആക്ട് പ്രകാരം ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്നാണെങ്കിലും ഭർത്താവിന് കിട്ടാനുള്ള കുടുംബ ഷെയറിൽ നിന്നാണെങ്കിലും മരിച്ചു പോയെങ്കിലും ഭാര്യയ്ക്ക്, അതായത് ഭർത്താവ് മരിച്ചു പോയെങ്കിലും ഭാര്യയ്ക്ക് അത് ഈടാക്കി എടുക്കാനുള്ള എല്ലാവിധമായ നിയമാനുസരണമായിട്ടുള്ള സപ്പോർട്ടും ഉണ്ട്. ഇതിനകത്ത് സുപ്രീം കോടതി ഫാദർ ഇൻ ലോയുടെ അടുത്ത് പറഞ്ഞു മെയിൻ്റനൻസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ വഴിയാധാരമാക്കാൻ പറ്റില്ല. കാരണം സ്വന്തമായിട്ട് വരുമാനമില്ല, അവർക്ക് ജീവിക്കാനുള്ള വേറെ കപ്പാസിറ്റി ഇല്ല, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ഫാദർ ഇൻ ലോ തന്നെ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ എല്ലാ കേസിലും അപ്ലൈ ചെയ്യുന്നില്ല. സ്വന്തമായിട്ട് വരുമാനമുള്ള അല്ലെങ്കിൽ നല്ല ജോലിയുള്ളത്, ഇത് സ്വന്തം പഠിത്തമുള്ളത്, സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും പോയിട്ട് ഫാദർ ഇൻ ലോയിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ല. അതും ഫാദർ ഇൻ ലോയുടെ അയാളുടെ പേഴ്സണലായിട്ടുള്ള ഏൺ ചെയ്തതിൽ നിന്നും എടുത്തു കൊടുക്കാനും പറ്റില്ല. അവരുടേതായിട്ടുള്ള കുടുംബ ഷെയർ അല്ലെങ്കിൽ ഫാമിലി അസറ്റ്സിൽ നിന്നാണ് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു കേസ് വരുന്ന സമയത്ത് ആ വിധി മാത്രമല്ല നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി വിധിച്ചത് എന്ന് നോക്കിയിട്ട് വേണം അത് ബാക്കിയുള്ള കേസുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ വരുന്ന കുട്ടിക്ക് സ്വന്തമായിട്ട് വരുമാനവും ഇല്ല, അത്ര വിദ്യാഭ്യാസവും ഇല്ല, അവൾക്ക് ഏൺ ചെയ്യാനും പറ്റില്ല. അത് കൊടുക്കാൻ പറഞ്ഞതും ഭർത്താവിൻ്റെ അസറ്റുകളിൽ നിന്നാണ്, അത് കുടുംബ ഷെയറിൽ നിന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഫാദർ ഇൻ ലോയുടെ അടുത്ത് പറഞ്ഞത് ഡോട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ റൈറ്റും ഇല്ലാതാകുന്നില്ല. ഉറപ്പായിട്ടും ഭർത്താവിന് നിന്ന് കിട്ടാനുള്ള എല്ലാ റൈറ്റും മരിച്ചു കഴിഞ്ഞാലും അത് എക്സിസ്റ്റ് ചെയ്യും.